ഐക്യു എന്ന ബ്രാൻഡിന്റെ ഐക്യു Z9 S സീരീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അവർ ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ ഐക്യു Z9 S സീരീസ് ഇന്ത്യൻ മാർക്കറ്റിൽ ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റിൽ ഈ സീരീസിൽ വരുന്ന ഫോണുകൾ ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം അവർ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ഐക്യു Z9 S സീരീസ് എന്ന് പറയുന്ന സ്ഥിതിക്ക് ഒന്നിൽ കൂടുതൽ ഫോണുകൾ ഈ ഒരു സീരീസിൽ വരുന്നതായിരിക്കും. ഇപ്പം ഐക്യു Z9 S 5G എന്ന സ്മാർട്ട് ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു Z9 S 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഐക്യു Z9 S 5Gയിൽ 6.78 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേ വന്നേക്കാം. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അമല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വളരെ കൂടിയ 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ വളരെ കൂടിയ 3840 ഹെർട്സിന്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. IP64 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീരീസിൽ വരുന്ന ഒരു ഫോൺ ഇപ്പം ഗീക്ക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസറാണ് കാണിക്കുന്നത്. അത് ഈ ഒരു ഐക്യു Z9 S 5G എന്ന സ്മാർട്ട് ഫോൺ ആവാനാണ് സാധ്യത. അപ്പം ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസർ വന്നേക്കാം. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ആയിരിക്കും ഇതിൽ വരിക. ഫോൺ വെട്ടം നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് VC ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള ഫോൺ ടച്ച് സോഫ്റ്റ്വെയർ ഈ ഫോണിൽ വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇത് സോണി LYT600 സെൻസർ ആയിരിക്കും. പിന്നെ 2 മെഗാ പിക്സൽ ഒരു സെൻസറും ഇതിൽ വന്നേക്കാം. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഈ ഫോണിൽ വന്നേക്കാം. അത് മാത്രമല്ല 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വന്നേക്കാം. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുമ്പ് ചൈനീസ് മാർക്കറ്റിൽ ഐക്യു Z9 എന്ന പേരിൽ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിലും ഇതേ പേരിൽ ഒരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ ചൈനീസ് മാർക്കറ്റിൽ വരുന്ന വെർഷനും ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന വെർഷനും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ചൈനീസ് മാർക്കറ്റിൽ മുമ്പ് ഐക്യു Z9 എന്ന പേരിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇന്ത്യൻ മാർക്കറ്റിൽ ഐക്യു Z9 S 5G എന്ന പേരിൽ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ഇത് ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ചൈനീസ് മാർക്കറ്റിൽ മുമ്പ് ഈ ഒരു ഐക്യു Z9 എന്നുള്ള സ്മാർട്ട് ഫോൺ 17,200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഐക്യു Z9 S 5G എന്ന പേരിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 20,000 രൂപയ്ക്ക് മുകളിലായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വില ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ എത്തിയേക്കാം. നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 22,000 24,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. 25,000 രൂപയ്ക്ക് താഴെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് എന്ന് പറയാവുന്നതാണ്. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം അവർ ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓഗസ്റ്റിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റ് അവർ കൺഫേം ചെയ്തിട്ടില്ല. കറക്റ്റ് ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ചെയ്യുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഐക്യു Z9 S 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.